നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അബിൻ വർക്കി ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു കരടായി മാറിയിരിക്കുകയാണ്. അബിൻ വർക്കി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു. അബിൻ വർക്കിയുടെ കാര്യത്തിൽ പ്രധാനമായും അബിൻ വർക്കി തന്നെ പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് കോൺഗ്രസ് എന്നത് അഡ്രസ്സാണ്. ഞാനൊരു ക്രിസ്ത്യനായി പോയത് എൻ്റെ കുറ്റമല്ലല്ലോ. എനിക്ക് കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് വേണ്ടത്. ഞാൻ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ദേശീയ തലത്തിലെ നീക്കങ്ങൾ അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ആ പ്രവർത്തനത്തിനോട് കുറവില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും താല്പര്യവും കേരളത്തിൽ പ്രവർത്തിക്കാനാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ രാഷ്ട്രീയങ്ങൾക്കെതിരെ അയാളുടെ ഈ നരനായാട്ടിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമാണ് എനിക്ക് താല്പര്യമെന്നാണ് അബിൻ വർക്കി പറഞ്ഞത്. എന്നാൽ അബിൻ വർക്കിയുടെ ഈ ആവശ്യത്തിന് പുല്ലുവില പോലും കോൺഗ്രസ് കൊടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം പല മലയാള നേതാക്കളെ, പല കേരള രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ടാണ് KPCC അടക്കമുള്ളവർ ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. KPCC പറഞ്ഞ കാര്യം ഇതാണ്: KC വേണുഗോപാൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ലേ. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ MP കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ലേ. അതുകൊണ്ട് അബിൻ വർക്കിക്ക് കിട്ടിയ സാധ്യത അല്ലെങ്കിൽ കിട്ടിയ അവസരം അത് പരമാവധി ഉപയോഗപ്പെടുത്തി രണ്ടിടത്തേക്കും വേണ്ടി പ്രവർത്തിക്കൂ എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അബിൻ വർക്കിക്ക് BJPയിലേക്ക് ഒരു ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. അബിൻ വർക്കി ഇനി BJPയിലേക്ക് നീങ്ങുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അബിന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. കാരണം അബിൻ ആവർത്തിച്ച് പറയുന്നുണ്ട്: എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എനിക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാനാണ്, കോൺഗ്രസിന്റെ അഡ്രസ്സാണ്, നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും മറ്റ് നേതൃത്വത്തിന്, അതായത് കോൺഗ്രസ് നേതൃത്വത്തിന് അബിൻ വർക്കിയുടെ പരാതി ലഭിച്ചിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. പക്ഷേ ഈ ഒരു ആവശ്യവുമായി അബിൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതിൽ ഒരു അതൃപ്തി ഏതായാലും കോൺഗ്രസിനുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ അബിൻ വർക്കിയെ കോൺഗ്രസ് പരിഗണിക്കാമായിരുന്നു എന്ന് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. അബിൻ വർക്കി കഴിവുള്ള നേതാവാണ്. അദ്ദേഹം BJPയിലേക്ക് വരികയാണെങ്കിൽ വലിയ പദവികൾ കിട്ടും. കഴിവുള്ളവർക്ക് BJPയിൽ കേന്ദ്ര മന്ത്രിയോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആകാമെന്നും അനൂപ് ആന്റണി വ്യക്തമാക്കുന്നു. കഴിവുള്ളവരെ BJP പരിഗണിക്കും. ഏത് വിഭാഗമോ സമുദായമോ ആയാലും കഴിവുണ്ടെങ്കിൽ ദേശീയ സെക്രട്ടറിയോ കേന്ദ്രമന്ത്രിയോ വരെയും ആയേക്കാം. അബിൻ വർക്കിക്ക് BJPയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യും. കഴിവുള്ള ഏതൊരു ചെറുപ്പക്കാരനും കോൺഗ്രസിലുണ്ടെങ്കിൽ പാർട്ടി വിട്ട് BJPയിലേക്ക് വരാം. ക്രൈസ്തവ സമുദായത്തിലുള്ളവർക്ക് മാത്രമല്ല, എല്ലാ സമുദായത്തിലുള്ളവർക്കും BJPയിൽ പരിഗണന ഉണ്ടാകും. താനും അനിൽ ആന്റണിയും എല്ലാം അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിവുള്ള ചെറുപ്പക്കാരെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ് BJP. കഴിവുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ വരെ ആയേക്കാം. കഴിവ് മാത്രമാണ് BJPക്ക് മാനദണ്ഡം. കോൺഗ്രസിൽ നിന്ന് ഏത് കഴിവുള്ളവർ വന്നാലും ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷിന്റെ നിയമിച്ചതിൽ I ഗ്രൂപ്പ് അതൃപ്തി ഉണ്ട് എന്ന വാർത്തകൾക്ക് പിന്നാലെ നിയമനത്തിലെ അതൃപ്തി പരസ്യമാക്കി ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയും രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ്. കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്ന് നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും പാർട്ടി പറഞ്ഞതെല്ലാം താൻ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ ഞങ്ങൾ കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് KSU യൂണിറ്റ് പ്രസിഡന്റ് ആവുകയും NSUവിൻ്റെ ദേശീയ സെക്രട്ടറി വരെയായി. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെയായി. ഞാനിത് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ്. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിനുള്ളിൽ തുടങ്ങി വെച്ച ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാനടക്കമുള്ളവർ, ഒട്ടേറെ ആളുകൾ ഞങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് 1,70,70,000 വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു. അത് രണ്ടാം സ്ഥാനത്ത് ആയി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത്. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത്, അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി, TV-യിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ മഹായുദ്ധം നടത്തുമ്പോൾ
കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും BJP സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ്. ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. ഞാൻ ഏറ്റവും അടിയുറച്ച, ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത്. കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത്. ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും, എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും.